ഒരു 10 കൊല്ലം ഒരു സംസാരിക്കാനുള്ള സാധനം ഉണ്ട്. 10 കൊല്ലം 10 കൊല്ലമല്ലേ കടകത്തിൽ. അത് ജനം ഇഷ്ടപ്പെടുന്ന സാധനമാണ്. ഇഷ്ടം പോലെ സംഭവമല്ല നമ്മുടെ കയ്യിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ജീവിതം. ഓട്ടോറിക്ഷ ആയിരുന്നു പ്രസ്ഥാനം. ഓട്ടോറിക്ഷ ഓടിച്ചേ നമ്മളിങ്ങനെ കട്ടപ്പനയിലൊക്കെ ഒരു മിഷൻ ആശുപത്രിയിൽ വരും. ഒരു ദിവസം ഞാൻ എൻ്റെ മോനെ ഒരു കപക്കെട്ടൊക്കെ ആയിട്ട് വരും. ഇപ്പം അവനാ പഠിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് വൈഫും ഞാനും കൂടെ കൂടി ഉണ്ടിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ല മുറുക്കുന്ന സ്വഭാവമാണ്. അപ്പം മിഷൻ ആശുപത്രിയുടെ താഴത്തൊരു പെട്ടികടകളുണ്ട് മുറുക്കുന്നത്. ഞാൻ ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി വന്നു. ഒരു വണ്ടി ലൈറ്റിട്ടൊരു ജീപ്പ് ലൈറ്റിട്ട് വന്നിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ സംഭവം ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ആശുപത്രിയുടെ പഠിക്കലൊക്കെ ഞാൻ ഓടിച്ചെന്നു. നമ്മുടെ ഈ മുണ്ടും ഷർട്ടും പരിപാടിയാണ്, കാക്കിയില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് നോക്കി വരും. രക്തത്തിൽ കുളിച്ചിട്ട് 2 ആൾക്കാർ ഈ വണ്ടിയിൽ വന്നവരിങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനെ നോക്കി നിൽക്കാൻ തൊടുന്നുമില്ല, പിടിക്കുന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ അവിടുന്ന് നേഴ്സുമാർ വന്നു. ആരും സഹായിക്കുന്നുള്ളൂ. ഞാൻ മടക്കി കുത്തി അത് പിടിച്ചു. ഈ രക്തത്തിനൊരു ഒട്ടലുണ്ട്, രക്തത്തിൽ പിടിച്ചു ഇറക്കി വെള്ളം ഇത് കാക്കി വെള്ളമുണ്ട്. എന്നിട്ട് അതിലും ഒക്കെ കുറച്ച് ഇത് പറ്റി. ഞാൻ ഇത് ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ചെന്ന് കഴി ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്തും കൊച്ചിൻ്റെ അടുത്തും ഒരു വണ്ടി ആക്സിഡൻറ്റിൽ 2 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ രക്ഷപ്പെടുമെന്ന് പറയാൻ പാടില്ല, വല്ലാത്ത അവസ്ഥ. ഞാൻ എന്നിട്ട് പിടിക്കാനാ കൂടിയെന്നു. അങ്ങനെ പുള്ളി ചോദിച്ചു ഇതെന്നാന്ന്. രക്തം പറ്റി കഴിയും. അപ്പം കുറേ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ ആശുപത്രി പറ്റിയത് മൊത്തം എൻ്റെ നാട്ടിലുള്ള ആൾക്കാരാണ്. ആ ചെറുതോണി ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അതിനകത്ത് ഒരാൾ ആക്സിഡൻറ്റ്. ആരാന്ന് പറയട്ടെ, മകേഷിൻ്റെ പ്രചാരത്തിൽ ഞാൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ പുറകിൽ കുഞ്ഞോനെ എന്ന് പറഞ്ഞിട്ടൊരാളിങ്ങനെ ബഷീർ, ചെറുതോണിക്കാരൻ ബഷീർക്കായിരുന്നു. അവർ ബുള്ളറ്റ് മുന്നോട്ട് 2 പേരും കൂടെ അപകടം പറ്റിയിട്ട് ഒരു ജീപ്പിൽ കയറ്റി കൊണ്ടുനടക്കണം. ബ്ലഡ് കാരണം ആളെയും ഒന്നും തിരിച്ചറിഞ്ഞില്ല. പിന്നീട് അറിയുന്നത് അവിടെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഈ നാടുകളിൽ ഒത്തിരി പറയാനുണ്ട് ഈ ഇടുക്കിയെക്കുറിച്ചും പല സ്ഥലങ്ങളെക്കുറിച്ചും. അതൊന്നും ഈ അരമണിക്കൂറോ 1 മണിക്കൂർ കൊണ്ടോ 1 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ട് പറയാൻ പറ്റില്ല. അത് മനസ്സിലായില്ലേ? അപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ സൈഡും വരും. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ്, അവർ വീട്ടിൽ എങ്ങനെയാണ്, ഒന്നുമില്ല, അവരങ്ങനെ ഇവരിങ്ങനെയാണെന്ന് അറിയാം. അതാ സംഭവം.